ഇത് നമ്മള് ബോബോ പാർക്കിലുള്ള പോച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ സ്നേഹിതൻ നമ്മുടെ സഹോദരന് നമ്മുടെ സ്നേഹിതന് മാമു അദ്ദേഹം നമ്മുടെ നല്ലൊരു ദോസ്താണ്. അദ്ദേഹം ഇതാ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. മാമു കേസാടാ ठीक है മുലൂക്ക് മേ ठीक है ബാബാ മാമ ठीक है. അപ്പോൾ നമ്മുടെ സ്നേഹിതൻ്റെ ദോസ്ത് നല്ല അച്ഛ ദോസ്താണ്. മൂപ്പരുടെ ഒരു നല്ല നല്ല പൊറോട്ടകളാണ്. അത്തരം വലിപ്പമുള്ള പൊറോട്ടയാണിത്. സൂപ്പർ പൊറോട്ടയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒക്കെ അപ്പോൾ അത് ഓരോ നേരത്തും നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടുന്ന നമ്മുടെ കുറുകത്താണി പൂന്തോട്ടപ്പടി നമ്മുടെ സ്കൂൾ മാനേജറെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ സൂപ്പർ പൊറോട്ട കിട്ടുന്ന സ്ഥലമാണിത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പൊറോട്ടയുടെ കഥ. ഏത് സമയത്തും നിങ്ങൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ എല്ലാം നമ്മുടെ ബോബോ പാർക്കിൽ കിട്ടും. എൻ്റെ ഭാവേണത് കണ്ട, എൻ്റെ ഭാവേണത് നല്ല സ്ട്രോങ് ചായ കടുപ്പത്തിൽ തരുന്ന സാധനം. അതുപോലെ തന്നെ നല്ല മൂസ എന്ന സാധനങ്ങളുടെ സാധനം ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ബോബോ പാർക്ക് ഞാൻ മുമ്പ് ഒരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതാ ഓക്കെ, ബോബോ പാർക്ക് ഞാൻ മുമ്പ് ഒരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാണിക്കല്ലാണ്ട് പൂകാൻ്റെ പൂക്ക് അടച്ച റബ്ബേ. ഈ ചങ്ങായി ഇതാ ജോലി ചെയ്യണേ. ഓരോ ദിവസങ്ങളിലും ബോബോ പാർക്കിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസനങ്ങളിൽ നിന്ന് വികസനങ്ങളിലേക്ക് കുതിച്ചുയരുന്ന നമ്മുടെ ബോബോ പാർക്കിൻ്റെ അതുപോലെ തന്നെ നമുക്കൊരു ഫിഷിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും. മീനെന്നൊക്കെ പറയും. അതിനുള്ള കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ സവർമത ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള ഓരോ സംഭവത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അല്ല മറ്റൊന്നൂടെ ലീവാണല്ലോ, ഒരാൾ ലീവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ചെറുക്കതൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നാടൻ ബ്ലോഗ് അല്ല, എന്താ വിവരം? ഇത് നമ്മളെ മാണിക്കകല്ല് പൂക്ക് കണ്ടില്ലേ? പല കളറിലും പല നിറത്തിലുള്ള ചോക്കോബാർ ഐസ്ക്രീം സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഫ്രൂട്ട് സലാഡ്. പിന്നെ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുക. വൈകുന്നേരം കേട്ട് പോരി ആടാനും പിന്നെ ഓടാനൊക്കെ കൂടിയിട്ട് ഉള്ളിൽ എല്ലാവിധ സാധനം ഇപ്പോൾ തുറക്കും. കുറച്ച് കഴിഞ്ഞാൽ ചെറിയ ഫീസോട് കൂടിയിട്ട് ഇപ്പോൾ തുറക്കും. ഞാനിതെല്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പാർക്ക് ഇതാ ചായ കുടിക്കുക, ഷവർമ കഴിക്കുക, നാസ്താക്കുക എല്ലാം കഴിഞ്ഞ് ഇവിടെ വിശാലമായിട്ട് തന്നെ ആ മരത്തിൻ്റെ മുകളിലൊക്കെ ചെന്ന് പിന്നെ നീരാടാനും എല്ലാറ്റിനുള്ള സൗകര്യം, കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, നല്ല പ്രകൃതി രമണീയമായ നല്ല സ്ഥലത്താണിത്. ഓക്കെ, നല്ല പ്രത്യേകത ഉള്ള നല്ല ഒരു കാലാവസ്ഥയുള്ള സ്ഥലത്ത് നല്ല ഓക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന നല്ല നമ്മുടെ ബോബോ പാർക്ക്. ഇതാണ് സംഭവങ്ങളൊക്കെ. അതിവിശാലമായി പാർക്കിംഗ് സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് സംഭവങ്ങൾ? ആ മാണിക്കായലിലൊടിക്കാൻ പോയി ഒട്ടനവധി വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്യാൻ. എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ എങ്ങനെ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതേ സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാറ്റിനും സൗകര്യമുണ്ട്. അവൻ പോയി ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ നല്ല നല്ല എന്തോ സംഭവമുണ്ട്. ഒരല്പം ഒരു ക്യാമറ ഒന്ന് തുടച്ച് നോക്കട്ടെ കേട്ടോ. എങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് ഈ ക്ലിയർ തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതിൻ്റെ അടിയിലാണ് ഒരു വണ്ടി ഇവിടെ കേടെന്ന് എടുക്കുന്നുണ്ട്. എന്താടാ, വാട്ട് ഈസ് ദ പ്രോബ്ലം? കിക്കറാടാ? അത് പ്രശ്നമില്ല. മൈലേജ് കൂട്ടുന്ന പരിപാടിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോബോ പാർക്ക് നിയർ പൂന്തോട്ടപ്പടി. ബോബോ പാർക്കും ബൂച്ചോ ഫുഡ് ഹബ്ബ്. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇതവിടെ ഉണ്ട്. നമ്മുടെ സ്കൂൾ മാനേജറുടെ വീടാണ് ഈ കാണുന്നത്. ഓക്കെ.